ഒരു കമ്പനി ഒരു വസ്തു നിർമ്മിച്ചിട്ട് അത് ഒരു പ്രൊഡക്റ്റ് അത് കമ്പനിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നത് ആ കമ്പനി നിർദ്ദേശം നൽകും. അങ്ങനെയുള്ള നിർദ്ദേശം നൽകിയതാണ് ശരീഅത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം എങ്ങനെ നിന്റെ കണ്ണ് നീ എവിടെ ഉപയോഗിക്കണം, നിന്റെ കാത് എവിടെ ഉപയോഗിക്കണം, നിന്റെ നാവ് എന്തിനുപയോഗിക്കണം, നിന്റെ വയറ്റിൽ എന്ത് കഴിക്കണം, നിന്റെ കാലുകൊണ്ട് നീ എവിടേക്ക് നടക്കണം, നിന്റെ കൈ കൊണ്ട് നീ എന്ത് സ്പർശിക്കണം, നിന്റെ മനസ്സിൽ നീ എന്ത് ചിന്തിക്കണം, മുഴുവൻ വിഷയങ്ങളും അതേ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇത് മുഴുവനും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ ആ നബി തങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച ഇസ്ലാമിനെ പ്രിയം വെക്കണം. നമ്മളൊരു മുസ്ലിമാണ്, അതെ, അത് നല്ല ധൈര്യപൂർവ്വം പറയണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ഞാനൊരു ഉറച്ച മുസ്ലിമാണ്. അത് ഉറപ്പിച്ച് പറയണം, ഞാനൊരു ഉറച്ച മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അതേ, വിധേയപ്പെട്ടവനാണ്. ആർക്ക് വിധേയപ്പെട്ടവൻ? ലോകസൃഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെട്ടവൻ. അതാണ്, അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏത് പ്രവർത്തനങ്ങളുടെയും മാനദണ്ഡം ഇസ്ലാം അത് അംഗീകരിക്കുമോ ഇല്ലേ, ഇസ്ലാം അതിനെ